ഏത് കരാറിന്റെ പേരിലാണെങ്കിലും നവീനോട് ഞാൻ ചെയ്യുന്നത് ചതിയാണ്. നവീനെ പോലെ നല്ലൊരാള് ഇങ്ങനെ വേദനിക്കേണ്ട കാര്യമില്ല. നവീനോട് സത്യങ്ങൾ പറയണം. എന്ത് സംഭവിച്ചാലും നവീനോട് ഇതെനിക്ക് തുറന്നു പറഞ്ഞേ പറ്റൂ. ഇനി അതിന് മറ്റൊരു സമയം കാത്തു നിൽക്കാനില്ല. ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പോലും ആയില്ല, അതിനു മുമ്പേ പൂജയും വ്രതങ്ങളെന്നൊക്കെ പറഞ്ഞൊരു വേർതിരിവ്. എനിക്കറിയായിരുന്നു കാണരുത്, അടുത്തു പോകരുതെന്നൊക്കെ മുത്തശ്ശി വിലക്കിയാലും ഗാഥയ്ക്ക് അതിന് കഴിയില്ലെന്ന്. എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. താനിവിടെ ഇരിക്കേ. അടുത്തിരുന്ന് ഈ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസമാണെന്നറിയോ? നവീൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പറഞ്ഞു. പറയണ കാര്യം കേട്ട് കഴിയുമ്പോ നവീന് എന്നെ ഏത് വിധത്തിൽ വേണമെങ്കിലും ശിക്ഷിക്കാം. ശിക്ഷിക്കണമെങ്കിൽ തെറ്റിയുണ്ടേ? ഗാഥേൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ചെയ്തു. ഒരാളോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. താൻ എന്തൊക്കെയാ പറയുന്നേ? അതെ നവീൻ, നവീന് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അവളെ സ്വപ്നവും കണ്ടു. അവളുടെ കൂടെ ജീവിതത്തിന് വേണ്ടിയും കാത്തിരുന്നു. പക്ഷെ നടന്നത് അതൊന്നുമല്ല. എന്തുപറ്റി? മുത്തശ്ശി വ്രതത്തിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചോ? അതാണോ സമനിലയില്ലാത്ത പോലെ സംസാരിക്കുന്നത്? എടോ, ഞാൻ ഇഷ്ടപ്പെട്ടത് തന്നെയല്ലേ, ഞാൻ സ്വന്തമാക്കിയതും തന്നെയല്ലേ, താലി കെട്ടിയതും തന്നെയാണ്. തന്നോടൊപ്പം അല്ലാതെ വേറെ എന്ത് സ്വപ്നങ്ങളോടും ഞാൻ കണ്ടിട്ടുള്ളത്? നവീനെ ഇഷ്ടപ്പെട്ടതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും ഗാഥയാണ്. ഞാൻ ഗാഥയല്ല. ദേ, ചുമ്മാ തമാശ പറയല്ലേ? എന്നെ കളിപ്പിക്കാനായിട്ടാണോ തന്നെ കൂട്ടി കയറി വന്നത്? അല്ല നവീൻ, എന്റെ പേര് കൃഷ്ണ എന്നാ. ഞാൻ സിത്താര മേഡത്തിന്റെ മകളല്ല.